ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന പുതിയ മഹീന്ദ്ര XUV7Xോടെ എനിക്ക് സത്യം പറഞ്ഞ ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ബേസ് മോഡലിനെ പറ്റിയാണ്. നമുക്ക് ഒരു രീതിയിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫീച്ചേഴ്സ് മഹീന്ദ്ര ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ MX വേരിയന്റ് പണ്ട് XUV700 ലോഞ്ച് ചെയ്ത സമയത്ത് അതിൻ്റെ അകത്ത് 11.9 ലാക്സിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഈ വണ്ടി 13.68 ലാക്സ് സംതിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈസൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം, ഡീസലും പെട്രോളും എല്ലാം നോക്കാം. പക്ഷേ സ്റ്റിൽ ഈ വണ്ടി ഓഫർ ചെയ്യുന്ന വാല്യൂ പ്രൊപ്പോസിഷൻ അത്യാവശ്യം നല്ലതാണ്. ഇത്രയും സൈസും എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്, പക്ഷെ എന്നാൽ ഫീച്ചേഴ്സ് അത്യാവശ്യമുണ്ട്. നമുക്ക് ആദ്യം ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ LED DRLസും അതുപോലെ ഹെഡ്ലൈറ്റ്സ് അതും LED ആയിട്ട് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഫോഗ് ലാംപ്സ് കിട്ടുന്നില്ല, LED അല്ല, പക്ഷെ അത് കുഴപ്പമില്ല, ബേസ് മോഡലാണല്ലോ. ഇനി ഗ്രില്ലിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ക്രോം ഇൻസേർട്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് മഹീന്ദ്ര ലോഗോ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഫ്രണ്ടിൽ നമുക്ക് കിട്ടുന്നത്. ഏകദേശം ടോപ്പിൻ്റെ പോലെയൊക്കെ ഉണ്ട്, ഒരുപാട് ഗ്ലോസി ബ്ലാക്ക് ഒന്നും ഇല്ല എന്നുള്ളൂ. ഇനി സൈഡിലേക്ക് വരുമ്പോഴേക്കും ക്ലാഡിങ് ഗ്ലോസി ബ്ലാക്ക് ആണെന്നാണ് ഇതിൻ്റെ ബ്രോഷറിൽ അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കറക്റ്റ് ഗ്ലോസി ആണോ മാറ്റാണോ എന്ന് കാണുന്നില്ല. എന്തായാലും ബേസ് മോഡൽ മുതൽ ഗ്ലോസി ബ്ലാക്ക് ക്ലാഡിങ് ആണെങ്കിൽ അടിപൊളി തന്നെയായിരിക്കും. അതല്ലാതെ സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് വീൽസ് 17 ഇഞ്ചാണ് വരുന്നത്. ബേസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റീൽ വീൽസ് ആണ് കിട്ടുന്നത്. പക്ഷേ അതിൻ്റെ അകത്ത് വീൽ കവേഴ്സും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് തന്നെ ഒരു കൊടുക്കുന്നുണ്ട്. പണ്ട് MX സീരീസ് ആയിരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വീൽ കവേഴ്സ് ഇല്ലായിരുന്നു, സിൽവർ മറ്റേ സാധാരണ വീൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ സൈസ് ആണെങ്കിലും 235/65 R17 ആണ്. സോ അതും കുഴപ്പമില്ല. ഇനി നമ്മുടെ മിറേഴ്സ് ഇതിനകത്ത് ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സൈഡ് മിറേഴ്സ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം അതിൻ്റെ തന്നെ മൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനുവൽ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് കിട്ടുന്നത്. നമുക്കത് ഇലക്ട്രിക്കലി റിട്രാക്റ്റും ചെയ്ത് വരില്ല, പക്ഷെ എന്നാലും ആ ഒരു ഡിസൈൻ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അഡ്രിനോക്സിൻ്റെ ബാഡ്ജിങ് അവർ ഇതിനകത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, കാരണം ഇതിനകത്ത് അഡ്രിനോക്സ് ഉണ്ട്. അത് നല്ലൊരു സംഭവമാണ്, അതിലേക്ക് നമുക്ക് വരാം. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെയും LED ടെയിൽ ലാംപ്സ് ഒക്കെ തന്നെയാണ് കിട്ടുന്നത്. ഏകദേശം ടോപ്പ് എൻഡിൽ വരുന്ന പോലെ തന്നെയാണ്. താഴത്ത് സിൽവർ സ്കിഡ് പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഗെയിൻ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ബമ്പേഴ്സ് ആണ് താഴത്ത് വരുന്നത്. മഹീന്ദ്രയുടെ ലോഗോ XUV7Xോടെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റിയർ വൈപ്പർ വാഷർ ഡീഫോഗർ ആണ് ഇതിനകത്ത് മെയിനായിട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ബാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ റൂഫ് റെയിൽസ്, ഷാർക്ക് ഫിനാലിന് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ AX3 ഒക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ അകത്ത് ആകെപ്പാട് നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഈ പറഞ്ഞ സംഭവങ്ങളാണ്. അതായത് റിയർ വൈപ്പർ വാഷർ ഡീഫോഗർ, ആ സാധനങ്ങളാണ് മെയിനായിട്ട് വ്യത്യാസമുള്ളത്. വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും AX3 വന്നിട്ടില്ല. AX5ലേക്ക് വരികയാണെങ്കിൽ ഹൈപ്പർ വേഴ്സ് വീൽസ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വരും. മെയിൻലി എല്ലാം ഏകദേശം സിമിലർ ആണ് വേരിയൻസിൻ്റെ. അതായത് AX3, AX5 വേരിയൻസിൻ്റെ അകത്ത് വരുന്ന ഫീച്ചേഴ്സ് വളരെ മിനിമൽ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ AX എന്ന് പറഞ്ഞ ബേസ് മോഡൽ എടുക്കണം, അല്ലെങ്കിൽ AX7 എടുക്കണം. കാരണം അതാണ് ഏറ്റവും വാല്യൂ ഫോർ മണി. ഒന്നെങ്കിൽ അതായത് ഇത് കഴിഞ്ഞ പിന്നെ ഏറ്റവും വാല്യൂ ഫോർ മണി എന്ന് പറയാൻ പറ്റുന്ന ആ വേരിയൻ്റ് ആണ്. സോ ഇതാണ് എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഇന്റീരിയറിലോട്ട് പോകാം. ഇവിടേക്ക് വരുമ്പോഴേക്കും കാണാൻ പറ്റുന്ന ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനാണ്. നമുക്കിതിൻ്റെ അകത്ത് മറ്റേ മഹീന്ദ്രയുടെ പഴയ സ്റ്റിയറിംഗ് വീലാണ് കിട്ടുന്നത്. പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് വന്നിട്ടില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ ഇനി കുറച്ച് ഉയർന്ന വേരിയൻറ്റുകളിലേക്ക് പോകണം. പക്ഷേ എന്നാൽ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ ക്രൂസ് കൺട്രോൾ ബേസ് മോഡൽ മുതൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് പോലെ തന്നെ 3 ടച്ച് സ്ക്രീൻസ് അത് ഇവർ ഇതിനകത്ത് ബേസ് മോഡൽ മുതൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സൈസുള്ള ടോപ്പ് എൻഡിൽ വരുന്ന അതേ സ്ക്രീൻ തന്നെ 12.3 ഇഞ്ചസിന് 3 സ്ക്രീനാണ് ഇതിൻ്റെ അകത്ത് ഒരു ബേസിക് വേരിയൻ്റ് മുതൽ കൊടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി വളരെ ഇമ്പ്രസീവ് ആണ്. കാരണം ഒന്നാമത്തെ കാര്യം AX സീരീസ് മുതൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം പഴയ MX സീരീസിൽ, അതായത് 12 ലക്ഷം രൂപയ്ക്ക് പണ്ട് തുടങ്ങിക്കൊണ്ടിരുന്ന മോഡൽ മഹീന്ദ്ര കൊടുത്തുകൊണ്ടിരുന്നത് ജസ്റ്റ് 7 ഇഞ്ചോ 8 ഇഞ്ചോ എന്തോ സൈസ് ഉണ്ടായിരുന്നു. വളരെ ചെറിയൊരു സ്ക്രീൻ ആയിരുന്നു. ആൻഡ് ചെറിയ സ്ക്രീൻ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, വളരെ ബേസിക് UI ഒക്കെ ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ടോപ്പ് മോഡൽ വരുന്ന സെയിം UIയും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. കളർ കോമ്പിനേഷൻ എല്ലാം ഏകദേശം സെയിം ആണ്. ബ്രൗൺ ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ താഴത്തായിട്ട് നമുക്ക് വൈറ്റ് ഫിനിഷും വരുന്നുണ്ട്. അങ്ങനെ നല്ലൊരു പ്രീമിയം ആയിട്ടുള്ള ക്യാബിനാണ് ബേസ് മോഡലാണെങ്കിലും വരുന്നത്. ഇനി അതല്ലാതെ AC കൺട്രോൾസ് എല്ലാം നമുക്ക് ഇവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ കൺട്രോൾസ് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ്. നിങ്ങൾ ഇനിയിപ്പോൾ AX7 വേരിയന്റിലേക്ക് പോകണമെങ്കിലാണ് ഡ്യുവൽ സോൺ AC കിട്ടുന്നത്. ബാക്കി എല്ലാത്തിലും ഈ സെയിം മാനുവൽ കൺട്രോൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടച്ച് സ്ക്രീനിൽ പോയാലേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് മാനുവൽ ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യും ഫിസിക്കലി. പിന്നെ അതിൻ്റെ താഴത്തായിട്ട് കുറച്ച് ഹസാർഡ്സിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വയർലെസ് ചാർജർ ഒന്നും ഇതിൻ്റെ അകത്തില്ല. പിന്നെ നോർമൽ ഹാൻഡ് ബ്രേക്ക് ആണ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒന്നുമില്ല. അത് വേണമെങ്കിലും നിങ്ങൾ ടോപ്പ് എൻഡിലോട്ട് തന്നെ പോകണം. ഇനി നമുക്ക് ഡ്രൈവർ സൈഡിൽ ആംറസ്റ്റിനകത്ത് ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. അത് ലെതർ ഫിനിഷ് ഒന്നും വരില്ല വരുന്നത്. പിന്നെ സീറ്റ്സ് ആണെങ്കിലും നമുക്കൊരു ഫാബ്രിക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതും അഗൈൻ ബേസ് മോഡൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. സീറ്റ് ബെൽറ്റ്സ് നമുക്ക് ഫ്രണ്ടിലത്തെ 2 എണ്ണത്തിലും ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർ സീറ്റ് 6 വേ നോർമലി അഡ്ജസ്റ്റ്, അതായത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സീറ്റിന് ഹൈറ്റ് ഒക്കെ നമുക്ക് ബേസ് മോഡൽ പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ORVMs ഓട്ടോ ഫോൾഡ് ഇല്ല, മാനുവലി റിട്രാക്ട് ചെയ്യണം. പക്ഷേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ORVMസിലുണ്ട്. 6 സ്പീക്കേഴ്സും അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ബേസ് മോഡൽ.
4 പവർ വിൻഡോ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ ഓട്ടോ അപ് ഡൗൺ ഫംഗ്ഷൻ വരുന്നുണ്ട്. ഡ്രൈവർ ഡോർ ഹാൻഡിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഒരു ബേസ് മോഡൽ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ ബേസ് മോഡൽ അതൊന്നും ഇല്ലായിരുന്നു, കീട്ട് തിരിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ആൻഡ് ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ MX മോഡലിൻ്റെ പഴയ പ്രൈസും ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പറയുന്ന AX എന്ന് പറഞ്ഞ വേരിയൻ്റെ പ്രൈസും ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതായത് പണ്ട് വില കുറവായിരുന്നു, അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൈസിൽ തന്നെയാണ് അവർ ഈ വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ടോപ്പ് മുകളിലത്തെ പോർഷനോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് മാനുവൽ ഡേ നൈറ്റ് എയർ വിംസ് ആണ്. ഒരു ക്യാബിൻ ലാമ്പ് കാണാം, മൈക്കിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ബാക്കിലും ഒരു ചെറിയൊരു ക്യാബിൻ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ റിയർ സീറ്റിലോട്ട് കയറാം. ഇനി റിയർ സീറ്റിലോട്ട് വരുമ്പോഴേക്കും സ്പേസിൻ്റെ കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ ടോപ്പിൻ്റെ എടുത്താലും സെക്കൻഡ് റോ സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അതൊരു വ്യത്യാസമേ അല്ല. റിയർ AC വെൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് റിയർ ആംറസ്റ്റ് വരെ ഒരു ബേസ് മോഡൽ പോലെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ നമുക്ക് സെക്കൻഡ് റോയിൽ അവൈലബിൾ ആണ്, തേർഡ് റോയിൽ അവൈലബിൾ ആണ്. 3 3-point സീറ്റ് ബെൽറ്റ്സ് നമുക്ക് സെക്കൻഡ് റോയിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡോറിന് ഫിനിഷ് ഒക്കെ നിങ്ങൾക്ക് കാണാം, അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഫിനിഷ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അതല്ലാതെ തേർഡ് റോയിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ നമുക്ക് AC വെൻസ് വരുന്നുണ്ട്. ACയുടെ ബ്ലോവർ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ഒരു കൺട്രോളും കൊടുത്തിട്ടുണ്ട്. 12 volt അഡാപ്റ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു കപ്പ് ഹോൾഡറും സാധനങ്ങളൊക്കെ ഉണ്ട്. സീറ്റ്സിൻ്റെ എല്ലാത്തിനും കളർ തീം ഒരു ബ്ലാക്ക് ഫിനിഷാണ് പിടിച്ചിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് റോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ തേർഡ് റോയിൽ സീറ്റ്സിൻ്റെ സ്പേസ് ഒക്കെ ഒരു ആവറേജ് ആണ്. പക്ഷേ അഗെയിൻ അത് നിങ്ങൾ ടോപ്പിൻ്റെ എടുക്കുകയാണെങ്കിലും വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ കുറ്റം പറയാൻ പറ്റില്ല. ഇനി ഇതിനകത്ത് ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ പണ്ട് മഹീന്ദ്ര MX സീരീസ് ഇറക്കിയപ്പോൾ 5 സീറ്റർ മാത്രമായിരുന്നു, 7 സീറ്റർ ഓപ്ഷൻ ഇല്ലായിരുന്നു. AX സീരീസിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് 7 സീറ്റർ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊന്നുമില്ല, നമുക്ക് ആകെപ്പാടെ 7 സീറ്ററും 6 സീറ്ററും മാത്രമേ ഉള്ളൂ. അതും AX, AX3, AX5, AX7 ഇതിനകത്ത് എല്ലാത്തിലും 7 സീറ്റർ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. AX7 ടെക്, AX7 ലക്ഷറി ഈ 2 വേരിയൻസിൽ മാത്രമാണ് 6 സീറ്ററിൻ്റെയും 7 സീറ്ററിൻ്റെയും രണ്ടിൻ്റെയും ഓപ്ഷൻ കിട്ടുന്നത്. ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിലും നമുക്ക് സെയിം പഴയ 2 ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. അതുപോലെ തന്നെ 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്. എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ 200 PS 380 ടോർക്കാണ്. ഡീസൽ എഞ്ചിൻ ഇപ്രാവശ്യം ഒരു ബേസ് മോഡൽ പവർ കുറച്ചിട്ടൊന്നുമില്ല. പണ്ട് 155 bhp ആയിരുന്നു ബേസ് മോഡൽ, ഇപ്പം അങ്ങനെയൊന്നുമില്ല. 185 bhp 420 Nm ടോർക്കാണ് നമുക്ക് മാനുവലിൽ കിട്ടുന്നത്. ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ 450 Nm ടോർക്കായിരിക്കും കിട്ടുന്നത്. പക്ഷേ സാഡ്ലി ഇത് ബേസ് മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് അതായത് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടറിന് ഓപ്ഷൻ അവൈലബിൾ അല്ല. അത് വേണമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ അതായത് AX3 മോഡലിലോട്ട് പോകേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരു രീതിയിലും AX3ലോട്ട് പോകേണ്ട കാര്യമില്ല. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മഹീന്ദ്ര ആയതുകൊണ്ട് ബേസ് മോഡൽ ഇപ്പോൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഇല്ല. അതുപോലെ യാതൊരു ഉറപ്പുമില്ല. പിന്നെ വണ്ടി അവർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് AX, AX3, AX5 ഈ 3 വേരിയൻസും ഏപ്രിലോട്ടാണ് ഡെലിവറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ എത്ര എണ്ണം ബേസ് മോഡൽ അവർ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും കിട്ടുന്നത്. കിട്ടുകയാണെങ്കിൽ ലോട്ടറിയാണ് ഈ പ്രൈസ് പോയിന്റിൽ വണ്ടി. അതായത് ഏകദേശം ഒരു 16-17 ലക്ഷം രൂപ അടുത്ത് ഓൺ റോഡ് വരുമായിരിക്കും. പക്ഷേ സ്റ്റിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് കിട്ടും. നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വേണമെങ്കിൽ അലോയ് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പറയാനില്ല ലുക്കിൻ്റെ കാര്യത്തിൽ. പ്രൈസും കൂടെ നമുക്ക് നോക്കാം. പ്രൈസ് 13.66 lakhs പെട്രോളിൻ്റെ ബേസ് മോഡൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. ഡീസൽ എടുക്കുകയാണെങ്കിൽ 14.96 lakhs ആണ് പ്രൈസ് വരുന്നത്. ഇനി AX3ലോട്ട് പോവുകയാണെങ്കിൽ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ വലുതാണ്, പ്രത്യേകിച്ച് പെട്രോൾ മോഡൽ. ഏകദേശം 2.25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ആൻഡ് ആ 2.25 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ എക്സ്ഷോറൂം പ്രൈസിന് ഡിഫറൻസ് ആണ് കേട്ടോ, ഓൺ റോഡ് വരുമ്പോൾ 2.5 മുകളിൽ പോകും ഡിഫറൻസ്. ആ ഡിഫറൻസിൽ നമുക്ക് കിട്ടുന്ന വെറും 4 കാര്യങ്ങളാണ്. അതായത് റിയർ വൈപ്പർ, വാഷർ, ഡീഫോഗർ, അതുപോലെ റിയർ ക്യാമറ വിത്ത് ഗൈഡ് ലൈൻ. ഈ സാധനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ അഡീഷണൽ കൊടുക്കുന്നത്. ഡീസൽ ആണെങ്കിലും പ്രൈസ് ഡിഫറൻസ് കുറച്ച് കുറയും, അതായത് 1.5 ലക്ഷം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരും. പക്ഷേ സ്റ്റിൽ ഇത്രയും കാര്യങ്ങൾ അഡീഷണൽ കിട്ടുള്ളൂ. AX5 എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തും ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉള്ളൂ. നമ്മൾ 17 inches സ്കൈവേഴ്സ് അതായത് മറ്റേ സ്റ്റൈലിൽ സ്റ്റീൽ വീൽസ് കിട്ടും, അവിടെയും അലോയ് ഇല്ല. പിന്നെ സൺറൂഫ് നമുക്ക് കിട്ടി തുടങ്ങുന്ന AX5 മോഡൽ മുതലാണ്. പിന്നെ അതിൻ്റെ അകത്ത് വ്യത്യാസം വരുന്ന സൺബ്ലൈൻഡ്, അതായത് നമ്മുടെ മറ്റേ ഡ്രൈവറിൻ്റെ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും മിറേഴ്സ് സാധനങ്ങളൊക്കെ വരും. അങ്ങനത്തെ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഭയങ്കര മേജർ ആയിട്ടുള്ള ഡിഫറൻസ് ഒന്നും AX5ലും ഇല്ല. സൺറൂഫ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ. ഓട്ടോമാറ്റിക് വേണമെങ്കിലാണ് നിങ്ങൾ AX3, AX5 തുടങ്ങിയ വേരിയൻസ് കൺസിഡർ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ പോലെ AXലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ ബഡ്ജറ്റ് കൂട്ടിയിട്ട് AX7 എടുക്കുക. AX7 അത്യാവശ്യം നല്ല വേരിയൻ്റ് ആണ്. ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ AX7 വേരിയൻറ്റും കൂടെ ചെയ്യുള്ളൂ, കാരണം അതാണ് ഇനി വേർത്തി ആയിട്ടുള്ളൊരു വേരിയൻറ്റ് റിവ്യൂ ചെയ്യാൻ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ AX5 വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു എക്സ്ട്രാ 1 ലക്ഷം രൂപ കൂടുതലിട്ട് AX7 എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു നഷ്ടമില്ല. കാരണം അത്രയും ഫീച്ചേഴ്സ് അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഉണ്ട്. അത് മഹീന്ദ്ര അതിൻ്റെ പ്രൈസിങ് സ്ട്രാറ്റജി മനഃപൂർവ്വം അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ബേസ് മോഡലിൽ നിന്ന് പുഷ് ചെയ്ത് AX5 വരെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് AX7ലോട്ട് അവർ എന്തായാലും പുഷ് ചെയ്തോളും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി പോകുന്നത്. അത് മിക്ക കമ്പനികളും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ബേസ് മോഡൽ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്ഷൻ മാക്സിമം കുറച്ചിട്ടേ വെക്കുകയുള്ളൂ. എനിവേ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ്. സേഫ്റ്റിയുടെ കാര്യത്തിലും പ്രശ്നമൊന്നുമില്ല. 6 എയർ ബാഗ്സ്, ESPയിൽ തന്നെ 17 ഫംഗ്ഷൻസ് കിട്ടുന്നുണ്ട്. പിന്നെ
പിന്നെ ABS TBD ട്രാക്ഷൻ കൺട്രോൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. ഇനി കളേഴ്സിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. 5 കളേഴ്സ് ഉണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, കുറച്ച് ഡീപ്പായിട്ടുള്ള ഒരു ബ്ലൂ പോലെ ഇരിക്കുന്ന ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, അതുപോലെ ഗ്രേ ഉണ്ട്. ഈ 5 കളേഴ്സ് ഉണ്ട്. എന്തായാലും എന്താണ് നിങ്ങൾക്ക് ഈ വേരിയനെ പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ല പ്രൊഡക്ട്സ് കൂടെ ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.